ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഈ കണ്ണൊന്നും ഇല്ലോ എത്താൻ മോനെ എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ എനിക്ക് ഷാബാസിനെ പറഞ്ഞില്ലേ, ഷാബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയണ്ടി, എനിക്കൊന്നും ഇല്ലാന്നതിനും പറയണ്ടി. ഇപ്പം എന്തേ തടവിന് തല്ലൊന്നും അറിയൂലേ. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ടല്ലോ, ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണ് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഒന്നൊന്നായി ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഒന്നൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചാൽ കൂടെ തല്ലിനെ ചത്തു പോലെ. എന്തേ തടവാൻ ഒന്നുമില്ല. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. നിങ്ങളൊരു 5 ആള് എന്തേത് കിട്ടലാൾക്ക് കിട്ടിയേ. ട്യൂഷൻ സെന്ററിലെ സെന്റ് ഓഫ് പാർട്ടിക്കിടെ ഉണ്ടായ ചെറിയ വാക്ക് തർക്കം ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലേക്ക്. വാർത്ത കേട്ടിട്ട് എൻ്റെ മരവിപ്പ് വിട്ടുമാറിയിട്ടില്ല. ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിൽ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആളുകളെ കൂട്ടി പകയുണ്ടാക്കി ആളെ കൊല്ലണമെന്ന് തീരുമാനമെടുക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. വാർത്തകളിൽ നിങ്ങൾ ആ വോയിസുകൾ കേട്ടോ? അടിച്ചവർ ആവേശത്തോടെ അവന്റെ കണ്ണ് ഞാൻ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്നത്, എത്ര തല്ലിയിട്ടും അവൻ നമുക്കൊക്കുന്ന ഇരയല്ലെന്ന് പറയുന്ന വോയിസുകൾ. ചെറിയ വാക്ക് തർക്കത്തിൽ ഒതുങ്ങേണ്ട ഒരു കേസ് ഒരു ജീവൻ എടുക്കുന്ന വിധം അപകടമാവുന്നു. മക്കളെയൊക്കെ തലച്ചോർ അതുപോലെ പാകപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അധ്യാപകനൊന്ന് കണ്ണുരുട്ടിയാൽ, ഉമ്മ ഒന്ന് വടിയെടുത്താൽ, ഉപ്പ ഒന്ന് ദേഷ്യം പിടിച്ച അവരെ കേസ് കൊടുക്കുന്ന മക്കളായി പരിണമിച്ചതിന്റെ ഫലം കുട്ടികൾ ഗുണ്ടകളായി വളർന്നു വരുന്നു. കണക്കും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ നന്മയും തിന്മയും സ്നേഹവും കരുണയും പഠിപ്പിക്കണം. അത് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം. വടിയെടുത്തെങ്കിലും പഠിപ്പിച്ചു തുടങ്ങണം.